ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് എപ്പിസോഡ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇന്നലത്തെ ഡേ 4 ആണ് ഞാനിന്ന് റിവ്യൂ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ കണ്ടത് അത്യാവശ്യം രാവിലെ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ഷൈത്യാനെ അക്ബർ അല്ല അപ്പാനി ശരത്ത് ബിന്നി ഇവരെല്ലാവരും കൂടെ ഉറങ്ങിക്കിടക്കുന്ന ഷൈത്യാനെ കട്ടിലോടുകൂടി പൊക്കിയ പോയിന്റിലോട്ട് എത്താൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു, അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും ശൈത്യയുടെ ലക്ക് കാരണം തോന്നുന്നു ശൈത്യ അപ്പോഴേക്കും എണീറ്റു. കാരണം അല്ലെങ്കിൽ പിന്നെ ശൈത്യ അപ്പം തന്നെ ഔട്ടായി പോകേണ്ടതായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇരിക്കേണ്ടതായിരുന്നു ശൈത്യം മറ്റുള്ള ആൾക്കാരും. കാരണം ഇവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗെയിം പ്ലാനിങ് ആണ് അകത്ത് കിടക്കുന്നത്. രാത്രി ഫുള്ളും ഓരോരുത്തർ വന്ന് നോക്കുന്നു. അപ്പോൾ ഇത് എന്താണെങ്കിലും അവർക്ക് അറിയായിരിക്കുമല്ലോ, പുറത്തിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അത്യാവശ്യം ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ വരുന്ന ആൾക്കാരെ ഇൻഫോം ചെയ്യുക, അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് ശൈത്യം നല്ല സേവായി. പക്ഷേ ഇനിയും ഈ ടാസ്ക് തീരുന്നത് വരെ എല്ലാവരും നന്നായിട്ടൊന്ന് അലേർട്ടായി ഇരിക്കണം, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലത്തെ ഓരോന്നും വരും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇന്നലത്തെ തന്നെ വീണ്ടും മിനിങ്ങാന്നത്തെ സെയിം ഇൻസിഡൻറ്റ് ഒന്നുകൂടി കുത്തിപ്പൊക്കുകയാണ്. പനിശരത്തല അക്ബറും രേണുസുധിയും കൂടെ ആ സേഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഇഷ്യൂ. അപ്പോൾ അതിൽ രേണുസുധി പറയുന്നുണ്ട് അത് കംപ്ലീറ്റ് സ്ത്രീത്വത്തിനെയും പിന്നെ വിധവകളെയൊക്കെ ഇതാക്കുന്നുണ്ട്, അതിനെ അപമാനിക്കുന്നുണ്ടെന്ന്. പക്ഷേ അക്ബർ ഉദ്ദേശിച്ചത് രേണുസുധിനെ മാത്രമാണ്. അതിൽ രേണുസുധി വേറൊരു പോയിന്റിലോട്ട് എത്തിക്കുന്നതിൻ്റെ റീസൺ മേ ബി വോട്ട് കിട്ടാനായിരിക്കാം, ആ ഒരു സിമ്പതിയിൽ. അല്ലെങ്കിൽ അത് രേണുസുധിയുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ കേട്ട എനിക്കും മനസ്സിലായത് അക്ബർ ഉദ്ദേശിച്ചത് രേണുസുധിനെ മാത്രമാണ്, അല്ലാണ്ട് കംപ്ലീറ്റ് ഒരു സ്ത്രീകളെയല്ല. അപ്പോൾ അത് ആവശ്യമില്ലാത്തൊരു ടോക്കാണ് അതിനെ വീണ്ടും വീണ്ടും എടുത്ത് വെക്കുന്നത്. അക്ബർ ചെയ്തത് തെറ്റാണ്, പക്ഷെ എന്നാലും അതിനെ വേറൊരു പോയിന്റിലോട്ട് എത്തിക്കണതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഇന്നലെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഗെയിമിൻ്റെ അകത്ത് അക്ബറിന് കിട്ടുന്ന സൂപ്പർ പവർ വെച്ചിട്ട് അക്ബർ പറയുന്നത് ഷാനവാസിനെ വീട്ടിൻ്റെ അകത്തോട്ടും രഞ്ജിത്തിനെ വിട്ട് പുറത്തേക്കുമാണ് ഷാനവാസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അക്ബറിൻ്റെ ഒരു സ്ട്രാറ്റജി, ഒരു ഗെയിം പ്ലാനിങ്ങിൽ അക്ബർ പറയുന്നത് ഷാനവാസിനെ അക്ബറിൻ്റെ ഒരു എന്താ പറയുക, അക്ബറിൻ്റെ ആ ഒരു ഔദാര്യത്തിലാണ് ഷാനവാസിനെ അകത്തേക്ക് വിടുന്നത് എന്നാണ് അക്ബർ പറയുന്നത്. അത് അക്ബറിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. അപ്പോൾ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഒബ്വിയസ്ലി അത് കേൾക്കുന്ന ഒരാൾ ഷാനവാസ് ആർക്കാണെങ്കിലും അത് നമുക്ക് ചെറിയൊരു നെഗറ്റീവ് നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ ഇത്രയും കളിച്ചത് ഒരു വേസ്റ്റായിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു ആളുടെ ഔദാര്യത്തിൽ തിരിച്ച് വീട്ടിലോട്ട് കയറി, അല്ലാണ്ട് കളിച്ചിട്ട് കയറാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ വരും. അത് ചില ആൾക്കാർക്കാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് മനസ്സിൽ കിടക്കും, പിന്നെ അത് നമ്മുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇത് അക്ബറിൻ്റെ സ്ട്രാറ്റജി ആണെങ്കിൽ പോലും ഷാനവാസിൻ്റെ സ്ട്രാറ്റജിയിൽ ഷാനവാസ് പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും 2-3 ദിവസമായിട്ട്, ഉറക്കം നടിക്കുകയാണെന്നൊക്കെയാണ്. പക്ഷേ കണ്ട ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഷാനവാസ് അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങാത്ത ആൾക്കാരെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ശൈത്യ കുറച്ച് ഉറങ്ങിയിട്ടില്ല, വെളുക്കുന്ന സമയത്ത് മറ്റോ തോന്നുന്നു ഉറങ്ങുന്നത്. പിന്നെ അതേപോലെ ജിസയിലും നേരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ഉറക്കം ഒഴിച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് പറഞ്ഞു ഷാനവാസ് നന്നായി എല്ലാ ദിവസവും ഉറക്കം ഒഴിക്കുന്നുണ്ട്, ഉറങ്ങുന്ന പോലെ ആക്ടിങ് ആണെന്നൊക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തിട്ടില്ല. ഷാനവാസ് ഉറങ്ങിയിട്ടുണ്ട്, അത് മറ്റുള്ള കണ്ടസ്റ്റൻസും തന്നെയാണ് പറയുന്നത്, ഉറങ്ങിയിട്ടുണ്ട്, പിന്നെ എന്തിനെങ്ങനെ പറയുന്നത്. പക്ഷെ അത് മേ ബി ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം ഇങ്ങനെ നോണം പറയുന്നത്. പിന്നെ ഈ ഒരു ഇഷ്യൂവിൽ അക്ബർ കാരണം വീടിനകത്ത് തന്നെ ഈ പുറത്തുനിന്നുള്ള ഒരാളെ, പുറത്ത് കിടക്കുന്ന ഒരാളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രാറ്റജിയാണ് വീട്ടിനകത്തുള്ള ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു അപ്പാനി ശരത്ത്, അക്ബർ, പിന്നെ നവീൻ, അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഭയങ്കര സ്ട്രാറ്റജിയാണ്. അവർ ഭയങ്കര പ്ലാനിങ് ആണ്. അഭിലാഷ്, അങ്ങനെ കുറച്ച് പേരൊക്കെ. അപ്പോൾ അവർ രാത്രിയാണെങ്കിലും തക്ക നോക്കിയിരിക്കുകയാണ്, ആരുറങ്ങുന്നു അവർ റെഡ് പോയിന്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് അലേർട്ടായിരിക്കണം, എന്നാലേ സേവ് ആയിരിക്കാൻ പറ്റുള്ളൂ, അവർക്ക് നെക്സ്റ്റ് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ശൈത്യയുടെ ആ ഒരു ലക്ക് കാരണമാണ് ശൈത്യക്ക് അകത്ത് കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ ശൈത്യ ഇപ്പോൾ
ഹൗസിലുണ്ടാവില്ല, ശൈത്യം വീട്ടിൽ പുറത്തേക്ക് പോയേനെ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മൾ ഇന്നലെ കണ്ടു എന്താ പറയുക, ബെൻസിയും പിന്നെ ശൈത്യയും അക്ബറും കൂടി ഇരുന്ന് പറയുന്നത് ഷാനവാസിനെ കുറിച്ചിട്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്കൊരു ക്യാരക്ടർ വിട്ട് കളിക്കരുത്, വ്യക്തിത്വം വേണമെന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന അക്ബർ തന്നെയാണ് ഇന്നലെ രേണുസുധീനെ ഇങ്ങനെ ഒരു പേരിട്ടത്. അപ്പം അക്ബറിന് എന്തോരം പേരിടാം. അപ്പോൾ അക്ബറിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇത് നോക്കാണ്ടാണോ അങ്ങനെ ഒരു പേരിട്ടത്? അപ്പോൾ ആ പറഞ്ഞുള്ളതിൽ എനിക്ക് യോജിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അക്ബർ എന്തിനാണ് രേണുസുധീന് അങ്ങനൊരു പേര് കൊടുത്തത്? അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിലും പറയുന്നുണ്ട്, ശൈത്യയും ബിൻസിയും കൂടെ അക്ബറിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തു. 100% ശരിയാണ്. കാരണം അക്ബർ ഓരോ സ്ഥലത്തും അക്ബറിൻ്റേതായിട്ടുള്ളൊരു ഗെയിം പ്ലാനിങ്, എന്ത് ഗ്രൂപ്പ് ഇത് ചെറിയ ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ, ഇവരുടെ ഇടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ പോലും അക്ബറിൻ്റേതായിട്ടുള്ള നല്ലൊരു സ്ട്രാറ്റജിയും ഗെയിം പ്ലാനറുമാണ്. ആര്യനെ പോലെ തന്നെ. കാരണം ആര്യനും അങ്ങനെ ഗ്രൂപ്പീസൊന്നും ആര്യൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ 24/7 ഉണ്ടോയെന്ന്. പക്ഷേ ഈ പറഞ്ഞ ആര്യനും അത്രയും നല്ലൊരു ഗെയിം പ്ലാനറാണ്. അങ്ങനെ കുറച്ച് പേര് ആ വീട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നവീനും നല്ലൊരു ഗെയിം പ്ലാനറാണ്. ഇപ്പോഴും നേരെ ഗെയിം കളിക്കാതെ ഒതുങ്ങിയിരിക്കുന്ന കുറേ പേരുണ്ട് ആ വീട്ടിനകത്ത്. എനിക്ക് സരികയുടെ അടുത്തുനിന്ന് അത്ര വലിയൊരു എനിക്ക് തോന്നിയിട്ടില്ല ഗെയിം പാർട്ടിസിപ്പേഷനൊന്നും. അതുപോലെ തന്നെയാണ് റഹ ഫാത്തിമയുടെ അടുത്തും എനിക്ക് അങ്ങനെ പേഴ്സണലി ഒന്നും കണ്ടിട്ടില്ല ഞാനിതുവരെ. അപ്പോൾ എല്ലാവരും ഇനി നന്നായിട്ട് ഗെയിം കളിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ കാണാം. അത്രേ ഉള്ളൂ. ചേട്ടാ.